പഹൽഗാമിൽ ഇന്ത്യൻ പൗരന്മാർക്കു നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തപ്പോഴും ഇന്ത്യ മനസാന്നിധ്യം കൈവിടാതിരുന്നു. 14 ദിവസം കാത്തിരുന്ന ശേഷമാണ് ഇന്ത്യ പഹൽഗാമിന് ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അതും ലോകരാജ്യങ്ങളുമായെല്ലാം വിഷയം ചർച്ച ചെയ്ത് ഒരു തിരിച്ചടിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ ആക്രമണം നടത്തിയത്. ചരിത്രം പരിശോധിച്ചാലും ഇന്ത്യയുടെ രീതിയും നീക്കങ്ങളും ഈ വിധത്തിലാണെന്ന് മനസ്സിലാക്കാനാകും. പാർലമെന്റ് പോലുള്ള വലിയ ആക്രമണങ്ങൾ വന്നപ്പോഴും ഇന്ത്യ ക്ഷമയോടെയിരുന്നു. പാകിസ്ഥാനെ തിരിച്ച് പ്രകോപിപ്പിക്കാൻ തയ്യാറായില്ല. മുംബൈ, പുൽവാമ, ഉറി, പഠാൻകോട്ട് ആക്രമണ സമയങ്ങളിലെല്ലാം തിരിച്ചടി ഇന്ത്യ കാത്തിരുന്നതാണ്. അങ്ങനെയാണ് ഇന്ത്യ ഓരോ തിരിച്ചടിയും നടത്തിയത്. അതും പാക് പൗരന്മാരെ ലക്ഷ്യം വെക്കാതെ ഭീകരവാദത്തിന്റെ നെഞ്ചിലേക്ക് മാത്രം ചൂണ്ടിയ ആക്രമണമായിരുന്നു അത്. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ പാകിസ്ഥാൻ പലകുറി സൃഷ്ടിച്ചപ്പോഴും ന്യൂഡൽഹി യുദ്ധത്തിലേക്ക് പോയില്ലെന്നതും ചരിത്രം. പാകിസ്ഥാൻ എന്ന അയൽ രാജ്യത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നതാണ് എല്ലാത്തിനും കാരണം. സർവത്ര സംവിധാനങ്ങളും നശിച്ച് ആകെ കുട്ടിച്ചോറായ അവസ്ഥയാണ് ആ രാജ്യത്ത്. ബലൂചിസ്ഥാനിലടക്കം വലിയ തോതിലുള്ള ആഭ്യന്തര നീക്കം നടക്കുകയാണ്. സൈന്യം ഒരു വശത്ത്, ഇമ്രാൻഖാൻ ജയിലിൽ, ഇസ്ലാമാബാദും റാവൽപിണ്ടിയും പല പല തീരുമാനങ്ങൾ എടുക്കുന്നു, പലത് നടപ്പാക്കുന്നു. അങ്ങനെ പല വഴിക്കാണ് രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും. പാക് സൈനിക മേധാവി സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷാ വലിയ ഇന്ത്യ വിരുദ്ധനാണ്. ഇന്ത്യക്കെതിരെ ദിവസങ്ങൾക്ക് മുൻപാണ് പ്രകോപനപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. എപ്പോഴെല്ലാം സൈനിക മേധാവിയെ ആ നാട്ടിലെ ജനം ചോദ്യം ചെയ്യുന്നുവോ അപ്പോഴെല്ലാം അതിർത്തി കടന്ന് ഇന്ത്യയുടെ തലയിലേക്ക് അടുത്ത നീക്കവുമായി വരികയെന്നതും പാകിസ്ഥാന്റെ പതിവാണ്. ഇപ്പോൾ സംഭവിച്ചതും അതുതന്നെയാണ്. ആ രാജ്യം സ്വീകരിക്കുന്നത് പോലെ ഭ്രാന്തൻ തീരുമാനങ്ങളൊന്നും ഇന്ത്യക്ക് സ്വീകരിക്കാനാവില്ല. ആഗോള ശക്തിയെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യത്തിന് കരുതലോടെ മാത്രമേ നീങ്ങാൻ ആവുകയുള്ളൂ. ഇപ്പോൾ തന്നെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായുള്ള തിരിച്ചടി നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. ആദ്യം വെള്ളം നിർത്തി, പാഴ്സൽ ഇമെയിൽ സർവീസുകൾ നിർത്തി, പാക് പൗരന്മാരെ പുറത്താക്കി. ഒപ്പം പാകിസ്ഥാന് തിരിച്ചടി നൽകേണ്ടതിന്റെ ആവശ്യകത ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. ഈ സമയം അത്രയും പാകിസ്ഥാൻ ലോകരാജ്യങ്ങളോട് പിന്തുണ തേടുകയായിരുന്നു. എന്നാൽ ചൈനയൊഴികെ മറ്റെല്ലാ രാജ്യങ്ങളും ഭീകരതയെ വളർത്തുന്ന ആ രാജ്യത്തെ കുറ്റപ്പെടുത്തിയതേയുള്ളൂ. നമ്മുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അധികാരവും അവകാശവും ഇന്ത്യക്കുണ്ട്. അതനുസരിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാനിൽ നിന്നും കടുത്ത രീതിയിലുള്ള പ്രകോപനമാണ് ഇപ്പോഴും നടത്തുന്നത്. പ്രകോപനപരമായ നീക്കങ്ങൾ ആരംഭിച്ചിട്ട് 12-13 ദിവസമായി. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നിരന്തര ആക്രമണം നടത്തുകയായിരുന്നു. അവിടെയെല്ലാം ഇന്ത്യ തിരിച്ചടിച്ചു. പാകിസ്ഥാൻ തുടങ്ങിവെച്ച കാര്യത്തിൽ ഇപ്പോഴും പ്രകോപനം തുടരുകയാണ്. ശാശ്വത ദുഃഖം സൃഷ്ടിക്കും എന്നാണ് പാകിസ്ഥാൻ ഒടുവിൽ പ്രതികരിച്ചത്. ചൈനയുടെ പിന്തുണയോടെയാണ് പാകിസ്ഥാന്റെ നീക്കങ്ങൾ. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരിൽ ഒരാൾ ISA പരിശീലിച്ച ആളായിരുന്നു. ഏത് രീതിയിലുള്ള കൈവിട്ട കളിക്കും പാകിസ്ഥാൻ തയ്യാറായിരിക്കും. എന്നാൽ ഇനിയും കരുതലോടെ മാത്രമേ ഇന്ത്യക്ക് നീങ്ങാനും സാധിക്കൂ.